നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ മിറാക്കിൾസ് ആണ് ഉടനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും ഒരു ടവർ സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിലുള്ള സെപ്പറേഷന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ഈ ഒരു സമയത്ത് അതിലേക്ക് ഫോക്കസ് ചെയ്യാണ്ടിരിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അവഗണിക്കേണ്ടതായിട്ട് വന്നു പോയ സാഹചര്യം കൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായി എന്നാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഇത്രയും നാളും നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ട് പ്രണയിച്ചിട്ടുണ്ട്, വളരെയധികം നാളുകളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആവുന്നത്. ഓക്കെ, യെസ്, ദ ലവേഴ്സ്. ഓക്കെ, ഇതാണ് വളരെയധികം എന്താണ് പോസിറ്റിവിറ്റി നൽകുന്ന ഒരു കാർഡായിട്ട് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരേണ്ട വ്യക്തികളാണ്, യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ആ ഒരു ഡിവൈൻ ടൈമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള ഒരു ടൈം അത് ഈ ഒരു മൊമെന്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു സമയം, അതിനുള്ള സമയത്ത് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നാണ് കാണുന്നത്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. തീർച്ചയായിട്ടും ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങളെ മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒന്നിച്ച് വളരെയധികം സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത്രയും അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് വരുന്നത്. അതായത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ഉണ്ടാവാം, ആ ഒരു ഡേ വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്കൊരു സർപ്രൈസ് പോലെ നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ളതാണ്. അത്രയും ഒരു മിറാക്കിൾ പോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു ചേരുന്നു. ഓക്കെ, യെസ്, എത്ര നിങ്ങൾ ശ്രമിച്ചാലും നിങ്ങൾക്ക് എത്ര വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നാൽ പോലും ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അത്തരം ഫീലിങ്സ് ഉണ്ടാവുന്ന വ്യക്തികൾ, അതായത് നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ള ഒരു 90% എബോവ് വിശ്വാസമുള്ള വ്യക്തികൾ, അതായത് അത്രയധികം നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു തോന്നൽ ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് ചേരുമെന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. യെസ്, നിങ്ങളുടെ പ്രണയം അത്രയും ഡീപ്പായിട്ടുള്ള ഒന്നാണ്, അത്രയും സിൻസിയർ ആണ് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം ലഭിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും അത്രയും ഒരു ക്ലാരിറ്റി നമുക്ക് ഈ കാർഡ്സിലൂടെ ഇവിടെ വ്യക്തമാണ്. അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറാൻ കഴിയില്ല. എത്ര ഡിസ്റ്റൻസിലായിരുന്നാലും നിങ്ങൾ നേരിൽ കാണാതിരിക്കുന്ന സമയത്ത് പോലും ഈ വ്യക്തിയെക്കുറിച്ചുള്ള മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒന്നിച്ച് ചേരേണ്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ഒരു 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിൽ പലർക്കും അതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു റിയൂണിയന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള സൈൻസ്, യൂണിവേഴ്സൽ സൈൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. വൈറ്റ് കളർ ഫെതേഴ്സ് ആയിട്ടായിരിക്കാം, വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ട്വിൻ ബട്ടർഫ്ലൈസ് ആയിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് സൈനാണ്. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന വലിയ മാറ്റമാണ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുക. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഓക്കെ, എത്രമാത്രം നിങ്ങളിൽ നിന്നും ഈ വ്യക്തി സെപ്പറേറ്റഡ് ആയിരുന്നാലും, അത്രയും ഡിസ്റ്റൻസിലായിരുന്നാൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയിൽ ഇപ്പോൾ അമിതമായിട്ടുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. വളരെ സന്തോഷകരമായിട്ട് തന്നെ ആ ഒരു ദിവസം നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ,
ഈ വ്യക്തി അത്രയും ഡീപ്പായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കേ. യെസ്, 10 ഓഫ് കപ്സ്. ഡെഫിനിറ്റ്ലി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ആ ഒരു കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ. ഇത് 10 ഓഫ് കപ്സ് തന്നെ അത്രയും ഡീപ്പായിട്ടുള്ള പ്രണയബന്ധത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ചേരും. നിങ്ങൾ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഈ ഒരു റിലേഷൻഷിപ്പ് ആ പഴയ പോലെ അത്രയും സോളിഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് മാറും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കുറച്ച് പേർക്കെങ്കിലും വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് മാറാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ. എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ വളരെ പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സ്ട്രെങ്ത് ഒക്കെ മാറുന്നുണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ആ ഒരു സ്ട്രെങ്ത് കുറയുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഇവിടെ ക്ലാരിഫിക്കേഷനും അത് തന്നെയാണ് പറയുന്നത്. അവർക്ക് ലൈഫിൽ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരത് ഓവർകം ചെയ്യുന്നു. ഓക്കെ. ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ത് സാഹചര്യമായിരുന്നാലും അവരെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ ലവ് യു ആസ് യു ആർ. നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും പ്രണയിക്കാനും ഇപ്പോൾ ആ വ്യക്തി തയ്യാറാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ്. ഓക്കെ. നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ട ആ ഒരു ദിവസത്തെ കുറിച്ച് അവർ ഈ ഒരു മൊമെന്റിൽ പോലും ചിന്തിക്കുന്നുണ്ട്. ലെറ്റ്സ് ഹീൽ ടുഗദർ. ഓക്കെ. നമുക്ക് രണ്ടുപേർക്കും ആ ഒരു ഹീലിംഗിന്റെ ആവശ്യമുണ്ട് എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ദ റീസൺ ബിഹൈൻഡ് ദിസ്. ഓക്കെ. എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് പിന്നിലുള്ള ആ ഒരു രഹസ്യം എന്താണ് എന്ന് ഇപ്പോഴും അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഐ കാൺട്ട് ഇമാജിൻ മൈ ലൈഫ് വിതൗട്ട് യു. ഓക്കെ. നിങ്ങളില്ലാതെ അവരുടെ ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്ന് നിങ്ങളോട് പറയാണ്. ആൻഡ് ഐ ഫീൽ ദ സെയിം ഫോർ യു. ഓക്കെ. നിങ്ങൾക്ക് എന്താണോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫീലിങ്സ് ഉള്ളത് ആ സെയിം ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളോടുമുള്ളത് എന്ന് പറയാണ്. ഐ റിഗ്രറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു. ഓക്കെ. സത്യങ്ങൾ പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചതിന് അവര് ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ദൈവം അവർക്കായിട്ട് നൽകിയ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് നിങ്ങൾ. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജ് ആണ് എന്ന് പോലും അവർക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യാണ്. ഓക്കെ. അത്രയും ഇമോഷണൽ ആയിട്ട് ആ വ്യക്തി നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.